ഹലോ ഓൾ, ജെയുടെ ആപ്ലിക്കേഷൻ ഒരുപാട് പേര് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്നറിയാം. മേ ബി കംപ്ലീറ്റ് ആക്കിയ ആൾക്കാരുണ്ടായിരിക്കും. എന്നാലും ഇപ്പോഴും സംശയിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ ക്വിക്കായിട്ട് ഞാൻ പറയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മുടെ NTA ജെയുടെ രജിസ്ട്രേഷൻ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഓൺലൈൻ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ ആദ്യമായിട്ട് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. നിങ്ങൾ കഴിഞ്ഞ വർഷം എഴുതിയ ആളുകളാവട്ടെ, പുതിയതായിട്ട് എഴുതാൻ പോകുന്ന ആളുകളാവട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമായി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് കിട്ടും. അത് രണ്ടും നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എസ്പെഷ്യലി പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബുക്കിൽ തന്നെ എഴുതി വെക്കുക. അത് മറന്നതിന് ശേഷം പിന്നെ അതിൻ്റെ പിന്നാലെയുള്ള ടെൻഷനൊന്നും തലയിലെടുത്ത് വെക്കാത്തതാണ് നല്ലത്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ന്യൂ രജിസ്ട്രേഷനിലേക്ക് പോകുന്നു. ആ ന്യൂ രജിസ്ട്രേഷൻ അല്ലാന്നുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാക്കിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആയിരിക്കും നിങ്ങൾക്ക് പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്യേണ്ടി വരിക. ഇനി നിങ്ങൾ രജിസ്ട്രേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ് നെയിം, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലാസ് 10th. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്, ആധാർ കാർഡിൽ ഫാദറിൻ്റെ നെയിമിൽ ചെറിയ മിസ്മാച്ച് ഉണ്ട് എന്നൊക്കെ പറയും, സ്പെല്ലിങ്ങിൽ ചെറിയ സ്പേസ് ഇല്ല അങ്ങനെയൊക്കെ പറയും. പക്ഷേ നിങ്ങൾ 10th സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കണം എല്ലാം ഫില്ല് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ പാരൻസിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് എന്താണ് 10th ബേസിസിൽ ഫില്ല് ചെയ്യുക. പ്രസൻറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഫില്ല് ചെയ്യുക. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്രസൻറ്റ് അഡ്രസ്സും അതുപോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്തുണ്ടായിരിക്കുക, നിങ്ങൾക്ക് എക്സാം സെൻറ്റേഴ്സ് ചൂസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് ചെന്നൈ ആണെന്നുണ്ടെങ്കിൽ ആ സെൻറ്ററുകളായിരിക്കും, അല്ലെങ്കിൽ ആ സ്ഥലത്തെ സെൻറ്ററുകളായിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സ്ഥലങ്ങളിലും എക്സാം സിറ്റി ചൂസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് റിവ്യൂ പേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ, രജിസ്ട്രേഷൻ ഫസ്റ്റത്തെ പ്രോസസ്സാണിത്. ഇതിലെല്ലാം നിങ്ങൾക്ക് ഒന്ന് റിവ്യൂ ചെയ്യുക, കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിലെല്ലാം ഓരോന്നായിട്ട് ടിക്ക് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഈ അഗ്രി എന്ന് പറയുന്ന ബോക്സും കൂടെ ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, OTP വെരിഫിക്കേഷനിലേക്ക് പോകാം. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അതിലേക്കൊരു OTP കിട്ടും. ആ OTP ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം, നമ്മുടെ രജിസ്ട്രേഷൻ ഫോം എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആവുകയാണ്. രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ടോട്ടൽ 12 സ്റ്റെപ്പ് കാണാം. അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഐഡന്റിറ്റി, ആധാർ ID, അതുപോലെ തന്നെ എക്സാം ആൻഡ് സെൻറ്റർ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ്, എമർജൻസി കോൺടാക്ട്, ലൈവ് ഫോട്ടോഗ്രാഫ്, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ആൻഡ് ഫൈനൽ സബ്മിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമതായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ എല്ലാം ഒന്നും കൂടെ ഫില്ല് ചെയ്യാം. ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നെയിം തുടങ്ങിയ കാര്യങ്ങളൊക്കെ 10th സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാം. നാഷണാലിറ്റി ഒക്കെ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാം. കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രം, റിസർവേഷൻ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാറ്റഗറി സെലക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ആയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സെലക്ട് ചെയ്ത് എക്സാം എഴുതാൻ പോകേണ്ടത്. അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ, ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ID ഇവിടെ വേണം, ഇഷ്യൂ ചെയ്ത ഡേറ്റ് വേണം. അതുപോലത്തെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് വേണ്ടത്. മോഡ് ഓഫ് പ്രിപ്പറേഷൻ, ആനുവൽ ഫാമിലി ഇൻകം, അതുപോലെ തന്നെ മീഡിയം ഓഫ് സ്കൂൾ ക്വാളിഫയിങ് എക്സാമിനേഷൻസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പാർട്ട് കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ പോകുന്നത് ഡിസേബിലിറ്റി ഡീറ്റെയിൽസിലേക്കാണ്. അത് ഡിസേബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെസ്പെക്റ്റീവ് കാറ്റഗറിയും ഡീറ്റെയിൽസും ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഡിസേബിലിറ്റിയുടെ ഡീറ്റെയിൽസ് ഇത് അവിടെ കൊടുക്കാം. പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 40% എബവ് ആണോ, ലെസ് ദാൻ 40% ആണോ എന്ന് തുടങ്ങിയ ക്രൈറ്റീരിയാസ് ഒക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാനുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് ആണ്. ഡിസേബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി, ആധാർ ഉപയോഗിക്കാം, ഡിജി ലോക്കർ ഉപയോഗിച്ചിട്ട് കൺഫേം ചെയ്യാം, പാസ്പോർട്ട് നമ്പർ വെക്കാം. ഗൾഫിലുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ആധാറിലെ പേരും മറ്റേ പേരൊക്കെ മിസ്മാച്ച് ഉണ്ടെന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. പാൻ കാർഡ് നമ്പർ ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ആധാർ ആണെന്നുണ്ടെങ്കിൽ മിക്ക കുട്ടികളും ആധാറാണ് ചൂസ് ചെയ്യുക. ആ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നു. ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പറയുന്ന ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിൽ ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ നമ്പറിലേക്ക് എന്ത് ചെയ്യും, അഗെയിൻ ഒരു OTP വരും. അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുക. ഇനി ഇന്ത്യയിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റുഡൻസിനെ മുഴുവനായിട്ട് സോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ടി ഒരു ID, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ID ആണ് ആധാർ ID എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാത്ത ആളുകൾക്ക് സ്കൂളിൽ നിന്ന് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നിർബന്ധമൊന്നുമില്ല.
അത് നോ കൊടുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതില്ലാത്ത ആളുകൾക്ക് ഇനി നിങ്ങൾ കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആവശ്യം വരും, ഇതുപോലത്തെ പർപ്പസുകൾക്കൊക്കെ നമുക്ക് ഇനി ഇങ്ങനത്തെ ഒരു ഐഡിയ ആവശ്യം വരും. അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാരലി എന്ത് ചെയ്യാം, ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാം. ആ ഐഡിയ ഉണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതി. അണ്ടർസ്റ്റുഡ്? ഇല്ലാന്നുണ്ടെങ്കിൽ നോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് എക്സാം സെൻറ്റർ. എക്സാം സെൻറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതൊക്കെ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ സെഷൻ ഏതാണ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മീഡിയം. സെഷൻ 1 ബൈ ഡിഫോൾട്ട് 1 മാത്രമേ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഉള്ളൂ, 2 പിന്നെ ഫെബ്രുവരി അവസാനമാണ് ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം സെലക്ട് ചെയ്യണം. മനസ്സിലാക്കുക, ഇംഗ്ലീഷ് ബൈ ഡിഫോൾട്ടായിട്ട് ഉണ്ടാകും. അത് കൂടാതെ ഏത് മീഡിയം എന്നാണ് ചോദ്യം. എക്സാം സിറ്റി 1, 2, 3, 4 4 ചോയ്സ് വരെ സെലക്ട് ചെയ്യുക. ഗാർഡിയൻ്റെ ഒക്യുപ്പേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ നമ്മുടെ 10th ഡീറ്റെയിൽസ് ആണ്, പാസ് ചെയ്ത സ്റ്റാറ്റസ്, ഇയർ, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സ്കൂൾ, അതിൻ്റെ സ്റ്റേറ്റ് ഏതാണ്, ഏത് ബോർഡിലാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. കേരള ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അത് സെലക്ട് ചെയ്താൽ മതി. പെർസെൻറ്റേജ് അതൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പം ഫുൾ A+ കിട്ടിയ ആളുകൾക്ക് ഇവിടെ പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയില്ല, അതൊന്നും വലിയ മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. അത് നിങ്ങൾക്ക് 90 95 ഒക്കെ കൊടുക്കാം, അതൊരു പ്രശ്നമല്ല. ഇനി ഫുൾ A+, A+ന് നമുക്ക് 10 സ്കോർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ 100 out of 100 കൊടുത്തിട്ടോ ഒക്കെ എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ വെറുതെ ഒരു ഡാറ്റ കളക്ഷൻ മാത്രമാണ്, അല്ലാതെ വേറെ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ പോകുന്നില്ല. സ്കൂളിൻ്റെ അഡ്രസ്സ്, പേര്, കാര്യങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞ് 12th ഒന്നെങ്കിൽ പാസ് ചെയ്ത ആളുകൾക്ക് പാസ്ഡ് എന്ന് കൊടുക്കാം, ഇല്ലാത്ത ആളുകൾക്ക് പാസിംഗ് എന്ന് കൊടുക്കാം. ഇനി പാസിംഗ് എന്ന് കൊടുത്ത ആളുകൾക്ക് കറന്റ് ഒരു ചെറിയൊരു ബഗ് ഉള്ളത്, നിങ്ങളുടെ റോൾ നമ്പർ ചോദിക്കുന്നുണ്ട്. +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് റോൾ നമ്പർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഇവർ ഒഴിവാക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ആ പ്രശ്നമില്ലായിരുന്നു, അതൊരു ബഗ്ഗാണ്, അത് കറക്റ്റ് ചെയ്തോളും. പാസ് ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്നത് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അവിടെ ആർ യു ട്വിൻ ആൻഡ് ബോത്ത് അപ്ലൈയിങ് ഫോർ JEE ട്വിൻസിനുള്ള ക്വസ്റ്റ്യൻ ആണത്. അതുപോലെ തന്നെ അതർ ബ്രദർ ഓർ സിസ്റ്റർ ആസ് പെർ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ റോൾ നമ്പർ ഓഫ് ക്ലാസ് 10th ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഓഫ് ദ ട്വിൻ. അപ്പോൾ ട്വിൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കാനുണ്ട്. പ്ലേസ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബേസിക്കലി ചെയ്യാനുള്ളത്. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ ഒക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ്, എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഒരാളുടെ ഇമെയിൽ അഡ്രസ്സും അയാളുടെ ഫോൺ നമ്പറുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി ഈ വർഷം പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ലൈവ് ഫോട്ടോ, തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തിട്ട് പോസ് ചെയ്ത് വെക്കാം, കുട്ടികൾ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ. പിന്നെ കുട്ടികളുള്ള സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈവ് ഫോട്ടോ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ലൈവായിട്ട് കുട്ടികളുടെ കണക്ട് യുവർ വെബ് ക്യാം ടു ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഫില്ലിംഗ് വെബ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, വെബ് ക്യാം ഒക്കെ വർക്ക് ചെയ്യുന്നതിൽ. ഇഫ് യുവർ ഡിവൈസ് ഡസ് നോട്ട് സപ്പോർട്ട് എ വെബ് ക്യാം, സ്കാൻ ദ QR കോഡ് ഓൺ ദ റൈറ്റ് ടു ക്യാപ്ചർ ആൻഡ് അപ്ലോഡ് യൂസിങ് യുവർ മൊബൈൽ ഫോൺ. പ്രത്യേകം ശ്രദ്ധിക്കുക, സപ്പോസ് നിങ്ങൾക്ക് നല്ലൊരു വെബ് ക്യാം ഇല്ല, നിങ്ങളുടെ ലാപ്ടോപ്പിലെ ക്യാമറയിൽ ഒട്ടും ക്ലിയർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലൈവ് ഫോട്ടോ എടുക്കാൻ പറ്റും. അതൊരു അടിപൊളി ഓപ്ഷനാണ്. അപ്പോൾ നല്ല ക്ലിയർ ഉള്ള ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കുട്ടികൾ വീട്ടിലില്ലാന്നുണ്ടെന്ന് വിചാരിക്കാം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വീട്ടിലില്ലാന്നുണ്ടെങ്കിലും ഈ QR കോഡ് ആ കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. അവരവിടെ നിന്നിട്ട് എന്ത് ചെയ്തോളും, ഒരു ഫോണിൽ ആ QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ എടുത്തിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ഇനി ബാക്കിയുള്ളത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡാണ്. ഫോട്ടോഗ്രാഫ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 80% ഫേസ് കാണണം, അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം, 10 to 300 സൈസിൻ്റെ ഉള്ളിലായിരിക്കണം ഫോട്ടോഗ്രാഫ്. സിഗ്നേച്ചർ അതുപോലെ തന്നെ JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ 10 to 50 ആയിരിക്കണം, അതിനുള്ളിലായിരിക്കണം ഫയൽ സൈസ്. 10th അപ്ലോഡ് ചെയ്യാനുള്ളത് അടുത്തത്, അത് PDF ഫോർമാറ്റിലാണ്. 10 to 200 ആണ് അതിൻ്റെ ഫയൽ സൈസ് ഉണ്ടാവേണ്ടത്. ഇത് മൂന്നും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സക്സസ് ആണോ, അപ്ലോഡിങ് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ 11 സ്റ്റെപ്പും കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിവ്യൂ ചെയ്യാനുള്ള അവസരമാണ്. ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, പേര് ഒക്കെ 10th സർട്ടിഫിക്കറ്റുമായിട്ട് എക്സാക്ട്ലി മാച്ചിങ് അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നിർബന്ധമായിട്ടും ഉള്ളവർ, OBC NC എലിജിബിലിറ്റി ഉള്ളവർ, SC ST ജനറൽ EWS ഒക്കെ എലിജിബിലിറ്റി ഉള്ളവർ എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പം സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടായാൽ മതി. കഴിഞ്ഞ വർഷം എടുത്തവർക്കൊക്കെ അതൊക്കെ യൂസ് ചെയ്യാം. 2024 നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വാലിഡിറ്റി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. 2025 ഏപ്രിൽ മെയ് ജൂണിലൊക്കെ
ഒക്കെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ വാലിഡിറ്റി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിസ്റ്റം ജസ്റ്റ് സെൻഡ് എ വൺ ടൈം പാസ്വേഡ് ടു രജിസ്റ്റേർഡ് ഇമെയിൽ ID, അതിലേക്കൊരു OTP വരും. ആ ഇമെയിൽ ID ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരുടെയും ഇൻബോക്സ് ഫുള്ളായിരിക്കും. ചിലപ്പോൾ പാരൻസിൻ്റെ കൊടുക്കും, പാരൻസിൻ്റെ ഫോണിൽ ബൈ ഡിഫോൾട്ട് ഗൂഗിളിൻ്റെ 15 GB സ്റ്റോറേജ് ഫുള്ളായിരിക്കും, പിന്നെ മെയിലൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP ഫില്ല് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു 6-7 മാസത്തോളം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID തന്നെ കൊടുക്കുകയാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. പാസ്വേഡ് ഞാൻ വീണ്ടും പറയുന്ന ഒരു ബുക്കിൽ എഴുതി വെക്കുക, അത് മറക്കരുത്. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. അതിലിനി ഫീ പേയ്മെൻറ്റ് മാത്രമാണ് പെൻഡിങ് ഉണ്ടായിരിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫീ, നിങ്ങൾ എത്ര എക്സാമാണ് സെലക്ട് ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീസ് ഇവിടെ വരും. അത് ഓട്ടോമാറ്റിക്കലായി വരും. എന്ത് ചെയ്യും, നമുക്ക് അത് അടുത്ത പേജിലേക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് ഒക്കെ എല്ലാ മെത്തേഡുകളിലൂടെ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഫീസും കൂടെ അടക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് JEEയുടെ ആപ്ലിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. മനസ്സിലായോ? ഇനി പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നവംബർ 27 വരെയാണ് ഡേറ്റ്. അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കുറവാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എക്സ്റ്റെൻഡ് ചെയ്തില്ല, അത് പ്രത്യേകം ഓർക്കുക. പിന്നെ ഒരു കറക്ഷൻ വിൻഡോ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അതും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. വളരെ ലിമിറ്റഡ് ആയിട്ട് ഒരു 5-6 കാര്യങ്ങളിൽ മാത്രമേ കറക്ഷൻ പോസിബിൾ ആവുകയുള്ളൂ എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സോ പിടിച്ച് ചാടി കയറി അപ്ലൈ ചെയ്യേണ്ട സമയമുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഓരോരോ ഫീൽഡും കറക്റ്റായിട്ട് എൻ്റർ ചെയ്തു എന്നുള്ളത് മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ മതി. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ്. വളരെ എളുപ്പമാണ്. ഇതിൽ നിങ്ങൾ തെറ്റുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളിലും ടൈപ്പ് ചെയ്യുന്നിടത്തൊക്കെ മിസ്റ്റേക്കുകൾ വരുത്തുന്നത് ഒഴിവാക്കിയാൽ മതി. ബാക്കിയെല്ലാം ഈസി ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാം. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഇത് ലൈവായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും നമ്മുടെ ചാനലുണ്ട്. അതേ സെയിം UI, സെയിം വെബ്സൈറ്റ് തന്നെയാണ് ഈ വർഷവും വന്നിട്ടുള്ളത്. അതിലാകെ ലൈവ് ഫോട്ടോ മാത്രമാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. സോ ഈസിലി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പരിപാടികളൊക്കെ തീർക്കുക. എന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ JEE എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ഡേ, ഇത്ര ക്വസ്റ്റ്യൻസ് എന്ന ടാർഗറ്റ് വെച്ചുകൊണ്ട് അതിലേക്ക് വർക്ക് ചെയ്ത് വരിക. എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആക്കാൻ ഇനി സമയം ഉണ്ടാവില്ല. പഠിച്ച ചാപ്റ്റേഴ്സിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം, നല്ലോണം മോക്ക് ടെസ്റ്റുകൾ എഴുതാം. 3 മണിക്കൂറിൻ്റെ എക്സാമുകൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക. ആഴ്ചയിൽ മിനിമം 2 എക്സാം വെച്ചിട്ട് എഴുതണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഡ്വൈസ്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ബാക്കി നമുക്ക് കമൻറ്റ് ബോക്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.